Hello guys, welcome back to my YouTube channel. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഫ്ത്ത് സെമിസ്റ്റർ BA ഇംഗ്ലീഷിൻ്റെ സബ്ജക്റ്റായ ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 1 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ടെക്സ്റ്റിൽ മൊത്തം 4 മൊഡ്യൂൾസ് ആണുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ പേര്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫോണോളജി ആൻഡ് ഫോണറ്റിക്സ്. തേർഡ് മൊഡ്യൂൾ മോർഫോളജി ആൻഡ് സെമാൻറ്റിക്സ് ആൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ സിൻടാക്സ്. സോ 4 മൊഡ്യൂളിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ ലാംഗ്വേജ് ആൻഡ് ഡെഫിനിഷൻസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ലിംഗ്വിസ്റ്റിക്സിനെ പറ്റി പറയുന്നത്, ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സിനെ പറയുന്നുണ്ട്, ലാംഗ്വേജ് വെറൈറ്റീസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, അപ്രോച്ചസ് ടു സ്റ്റഡി ഓഫ് ലിംഗ്വിസ്റ്റിക്സിനെ കുറിച്ചിട്ട് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ലിംഗ്വിസ്റ്റിക്സ് എന്താണെന്നാണ്. ഓക്കെ, ലിംഗ്വിസ്റ്റിക്സ് എന്താണെന്നാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നത്. ഓക്കെ, സോ ലിംഗ്വിസ്റ്റിക്സിന് ഒരുപാട് ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡെഫിനിഷൻസ് വേണം, ഈസി ഡെഫിനിഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് പറയാം കേട്ടോ. സോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിളായിട്ട് പറയുക, സ്റ്റഡി ഓഫ് ഹ്യൂമൻ സ്പീച്ച്. ഹ്യൂമൻ സ്പീച്ചിൻ്റെ ഒരു പഠനത്തിനെയാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. എന്തിനെ പറ്റി? സ്ട്രക്ചറും പിന്നെ എവല്യൂഷനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു സ്റ്റഡിയാണ്. ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ സ്റ്റഡിയാണ്. ആസ് എ സയൻറ്റിഫിക് സ്റ്റഡി ടു ഇൻവെസ്റ്റിഗേറ്റ് മെനി distinctive systems like physical characters of speech, sound, how sounds functions and combine, how word phrases are formed, etc. സോ ഇതിലൂടെ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് ആയ സ്പീച്ച് സൗണ്ട്സ്, അതുപോലെ സൗണ്ട് എഫക്ട്സിൻ്റെ കോമ്പിനേഷൻ മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ലിംഗ്വിസ്റ്റിക്സിലൂടെ പഠിക്കുന്നത്. അത് മാത്രമല്ല, ലിംഗ്വിസ്റ്റിക്സ് എന്തിലൂടെ കൺസേണും കൂടിയാണ്, എല്ലാ ഹ്യൂമൻ ബിഹേവിയറിൻ്റെ എല്ലാ ആസ്പെക്റ്റിലൂടെയും ഇത് കണക്റ്റഡ് ആണല്ലോ എന്നുണ്ടെങ്കിൽ ഇത് ഇൻ്റർഫിയർ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്ത് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറും അതുപോലെ ഡെവലപ്മെൻറ്റ് ഘടനയുമായിട്ടാണ് ഈ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നതിനെ ലിംഗ്വിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ദ വേർഡ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് നെയിം ലിംഗ്വ. ലിംഗ്വ എന്ന് പറയുന്നത് മീനിങ് ടങ് ആണ്. ഇസ്റ്റിക്സ് എന്ന് പറയുന്ന മീനിങ് നോളജ് എന്നാണ് മീനിങ്. സോ ഇത് ലാറ്റിൻ ഡെറിവേഷൻ ആണ് കേട്ടോ. അതുമാത്രമല്ല, ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ഹൗ ലാംഗ്വേജ് ഇസ് ലേൺഡ് ആൻഡ് ദ റോൾ ഓഫ് വിച്ച് ഇൻ ദ ലൈഫ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി. സോ ഇതിലൂടെ ഇതെങ്ങനെയാണ് ലേൺ ചെയ്യുന്നത്, ഇതിൻ്റെ റോൾ എങ്ങനെയാണ്, ആ ഇൻഡിവിജ്വൽ കമ്മ്യൂണിറ്റി എങ്ങനെയാണ്, അങ്ങനെ മുതലായ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ബൈ ഒബ്സർവിങ് ദ ഫീച്ചേഴ്സ് ഓഫ് ലാംഗ്വേജ് വൺ ക്യാൻ ഡിറ്റർമിൻ ഇറ്റ്സ് ഡെവലപ്മെൻറ്റ് ഹൗ ഇറ്റ്സ് ഫങ്ഷൻ ടുഡേ ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഇവോൾവ്ഡ്. സോ ഇതിലൂടെ തന്നെ നമുക്ക് ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടും പിന്നെ അതിൻ്റെ ഫങ്ഷൻസിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് നോക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലിംഗ്വിസ്റ്റിക്സ് എന്താണ്. സോ ലിംഗ്വിസ്റ്റിക് ഈ സയൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലിംഗ്വിസ്റ്റിക് സയൻസ് എന്ന് പറയുമ്പോൾ ദ വെരി നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക് മേജ് സയൻറ്റിഫിക്. ലിംഗ്വിസ്റ്റിക്സിൻ്റെ ആ ഒരു നേച്ചറാണ് അതിനെ സയൻറ്റിഫിക് ആക്കുന്നത്. ഇൻ അപ്രോച്ച്, നേച്ചർ ആൻഡ് മെത്തേഡ് ലിംഗ്വിസ്റ്റിക്സ് സയൻസ് ബിക്കോസ് ഇറ്റ് ഈസ് ക്ലിയർ സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് ഡിഡക്ഷൻസ് ആർ പോസിബിൾ. സോ ഇതിലൂടെ ഈ ഒരു മെത്തേഡിലൂടെ ക്ലിയർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും സയൻറ്റിഫിക് ആയിട്ടുള്ള ഡിഡക്ഷൻസും നടത്താൻ കഴിയും, അല്ലെങ്കിൽ അത് പോസിബിൾ ആണെന്നാണ് പറയുന്നത്. വാട്ട് ലിംഗ്വിസ്റ്റിക് സ്റ്റഡി ഈസ് എ ലാംഗ്വേജ് വിച്ച് ഈസ് ഒബ്ജക്റ്റീവ് ആൻഡ് വേരിയബിൾ. സോ ഇതാണ് ലിംഗ്വിസ്റ്റിക് സ്റ്റഡി, ഒരു ഒബ്ജക്റ്റീവും വേരിയബിൾ ആണെന്നാണ് പറയുന്നത്. The different components of language can be studied. The speech sounds are observed and analyzed. The manner or production of which can also be analyzed. So ഇതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പോണൻസിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, സ്പീച്ച് സൗണ്ടിനൊക്കെ എങ്ങനെയാണ് ഒബ്സർവബിളാണ്, അതുപോലെ തന്നെ അനലൈസബിളാണ് അല്ലേ. ദ ലിംഗ്വിസ്റ്റിക് കളക്ട് ആൻഡ് ക്ലാസിഫൈസ്. എന്തിനൊക്കെ ലിംഗ്വിസ്റ്റിക്സ് കണക്ട് ചെയ്യും, ക്ലാസിഫൈ ചെയ്യുകയും ചെയ്യും.
components of language of each of which is a valuable individual as a group of these process making. സോ ഈ പ്രോസസ് മേക്കിങ്ങിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് കളക്ഷൻ ഓഫ് ഡാറ്റ. സോ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡാറ്റേനെ കളക്ട് ചെയ്യുക അല്ലേ? അപ്പോൾ ഏതൊരു ഇതാണെങ്കിലും നമുക്ക് എന്തൊരു കാര്യമാണെന്ന് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തിപ്പം ലിംഗ്വിസ്റ്റിക്സിൻ്റെ കാര്യം മാത്രമല്ല, ഏതൊരു കാര്യത്തിലും ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, കളക്ട് ചെയ്തതിനെ ക്ലാസിഫൈ ചെയ്യുന്നൊരു പ്രക്രിയ. ആൻഡ് നെക്സ്റ്റ് അനലൈസ്, ആ ക്ലാസിഫൈ ചെയ്തതിനെ ഒബ്സർവോ അനലൈസോ ചെയ്യുക. ഷോസ് ദ റിലേഷൻഷിപ്പ്, അതും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അഥവാ ബന്ധം സ്ഥാപിക്കുക അല്ലെങ്കിൽ കാണിക്കുക. വെരിഫിക്കേഷൻ ആൻഡ് ലോജിക്കൽ എക്സ്പ്ലനേഷൻ, വെരിഫിക്കേഷൻ അതുപോലെ തന്നെ ലോജിക്കൽ എക്സ്പ്ലനേഷനും കാണിക്കുക. പിന്നെ സയൻറ്റിഫിക് ഡിക്ഷനും കൊണ്ടുവരിക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലിംഗ്വിസ്റ്റിക് ആസ് എ സയൻസ് എന്ന നിലയ്ക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സിങ്ക്രോണിക് ആൻഡ് ഡൈക്രോണിക് എന്ന് പറയുന്നത്. സോ സൊസ്യൂറാണ് ഈ ഒരു 2 അപ്രോച്ചസ് ലാംഗ്വേജസിൽ ഇൻവെൻറ്റ് ചെയ്തത് അല്ലെങ്കിൽ കൊണ്ടുവന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സിങ്ക്രോണിക് ഡൈക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ സിങ്ക്രോണിക് ഡൈക്രോണിക് അപ്രോച്ചസ് എന്ന് പറയുന്നത് 19th സെഞ്ച്വറിയിലെ ലിംഗ്വിസ്റ്റിക് സ്കോളറാണ് മെയിൻലി ഇതിന് ഇൻട്രസ്റ്റ് എടുത്തത്. ഇതെന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റ് ഓഫ് ലാംഗ്വേജിൻ്റെ ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റാണ്. ഈ അപ്രോച്ച് സ്റ്റഡി എന്ന് പറയുന്നത് ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റിന് പിന്നെ ഒരുപാട് ടൈം പിന്നെ അതിൻ്റെ കണക്ഷനൊക്കെ ഒരുപാട് ഏർലിയർ റെക്കോർഡ്സ് എന്തുകൊണ്ട് പ്രസൻറ്റ് ഡേക്ക് വേണ്ടിയിട്ട്. സോ ഇൻ ദ കേസ് ഓഫ് ഡൈക്രോണിക് അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ് മെയിൻ കൺസേൺ എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ ഡൈക്രോണിക് തന്നെയാണ്. ഡൈക്രോണിക് അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? അതൊരു മെയിൻ കൺസേൺ ആണല്ലേ, ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സിനെ പറ്റിയിട്ടുള്ള ഒരു മെയിൻ കൺസേൺ ആണ്. ഇതൊരു ഈ കൺസേൺ എങ്ങനെയാണ്? ഓൾസോ കൺസേൺ വിത്ത് ഒബ്സേർവ്ഡ് ചേഞ്ചസ് ഇൻ പെർട്ടിക്കുലർ ലാംഗ്വേജസ്. ഇതിൽ ഒരുപാട് ഒബ്സേർവ്ഡ് ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. ഇനി സിങ്ക്രോണിക് എന്ന് പറയുന്നത്, സിങ്ക്രോണിക് അപ്രോച്ചസ് ഓൺ ദ അതർ ഹാൻഡ് കോൺസെൻട്രേറ്റ് ഓൺ ദ പാറ്റേൺ ആൻഡ് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് in use today with emphasis of how meaning are maintained and established on the function of grammatical structure. സിങ്ക്രോണിക് വേ എന്ന് പറയുന്നത് അത് എന്തിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ലാംഗ്വേജിൻ്റെ ഫങ്ഷൻ, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൻ്റെ ഫങ്ഷനെയാണ് അത് കൂടുതൽ ആംപ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇതിലൂടെ ഒരുപാട് ഫങ്ഷൻസും ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. The approach is introduced by Swiss linguist Saussure എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റ് ആണ്. നമ്മൾ മുന്നേ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. സോ അദ്ദേഹമാണ് ഈ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അദ്ദേഹം എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന വർക്കിലാണ് അല്ലെങ്കിൽ ഒരു ബുക്കിലാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സിങ്ക്രോണിക് സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചറാണല്ലേ. അത് മാത്രമല്ല അത് എങ്ങനെയാണ് ഫോണീംസും മോർഫീംസും ഒക്കെ ഉള്ളത് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റഡീസിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല ലാംഗ്വേജിനെ കമ്പൈൻ ചെയ്യുക, ഫോമും ഫ്രേസസും ഒക്കെ ഉണ്ടാവും, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കമ്പൈൻ ചെയ്യേണ്ടതെന്നും കൂടിയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും. സോ അതാണ് നമ്മൾ ഡൈക്രോണിക് അല്ലെങ്കിൽ സിങ്ക്രോണിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സിംബോളിക് നേച്ചർ ഓഫ് ലാംഗ്വേജിൻ്റെ സിംബോളിക് നേച്ചറിനെ പറ്റിയിട്ട് പറയുന്നത്. ഓക്കെ, സോ ലാംഗ്വേജ് ഇസ് സിസ്റ്റം ഓഫ് arbitrary symbols. Language makes use of word essential as symbol for concept, things, ideas, subjects, etc. സോ ലാംഗ്വേജ് സിമ്പിളായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം എന്താ? അതൊരു വേർഡ് എസെൻഷ്യൽ ആണല്ലേ ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്തൊക്കെ അതിൽ കൺവേ ചെയ്യും? കൺസെപ്റ്റ്, തിങ്സ്, ഐഡിയ, സബ്ജക്റ്റ് ഒക്കെ അതിലൂടെ കൺവേയും ചെയ്യും. അത് മാത്രമല്ല ദിസ് emphasizes the fact that there is not inherent correlation between sounds and symbols or between symbols and their reference. സോ ഇതിലൂടെ ഒരുപാട് എന്തിൻ്റെയൊക്കെ സൗണ്ട്സിൻ്റെ അതുപോലെ സിമ്പിൾസിൻ്റെ ഒക്കെ ഒരു റിലേഷനെയും ഇത് ഉപകാരപ്പെടും. അതുപോലെ നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഡോഗ് ഇൻ ഇംഗ്ലീഷ്
പിന്നെ ഹിന്ദിയിലും എങ്ങനെയാണ് ഡോഗ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, ഹിന്ദിയിൽ കുത്ത എന്നാണ് പറയുക അല്ലേ. ഓക്കെ, അങ്ങനെ ഓരോരോ ലാംഗ്വേജിൽ ഓരോ രീതിയിൽ, ഫ്രഞ്ചിൽ, മലയാളത്തിൽ, തെലുങ്കിൽ, റഷ്യനിലൊക്കെ എങ്ങനെ പറയാമെന്നൊക്കെ ഓരോരുത്തർക്കും ഓരോ എക്സ്പെൻഡിഷനിലും ഓരോ ആക്സൻസ് ആണല്ലേ. ഇറ്റ് ഓൾസോ ക്യാൻ ബി ഓട്ടോണോമോറ്റിക് വേർഡ്സ്. ആ വേർഡ്സ് വേണമെങ്കിലും അങ്ങനെയാവാം. ഫോർ എക്സാമ്പിളായിട്ട് ഇവിടെ കുറച്ച് വേർഡ്സ് റിലേഷൻ ക്യാൻ ബി ഫൗണ്ട് ടു എക്സിസ്റ്റ് വേർ സൗണ്ട് എംബഡി ഓഫ് ദ തിങ്സ്. സൗണ്ടിനെ എങ്ങനെ എംബഡി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടും നമുക്കത് യൂസ് ചെയ്യാം. എക്സാമ്പിളായിട്ട് റംബിൾ, മർമർ, ക്രീക്ക്, ബാങ്, സ്വിഷ്, ഫ്ലേർട്ടർ, ബസ്, ഹം, എക്സെട്ര ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദ പോയിൻറ്റ്സ് ടു ദ ഫാക്ട് ദാറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ എ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ് ഇസ് ക്വൈറ്റ് ആർബിറ്ററി. സോ ഈ മീനിങ്സ് ഒക്കെ കറക്റ്റ് ക്വൈറ്റ് ആർബിറ്ററി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻസ് ഓഫ് ദ ബെൽ ബൈ എഡ്ഗാർ എലൻ പോയ് എന്ന് പറയുന്ന ഓതറിൻ്റെ ഒരു പോം എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ, മനസ്സിലാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബേസിക് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജിൻ്റെ ബേസിക് ഫങ്ഷനെ കുറിച്ചിട്ട്. സോ ഇതിലൊരു 8 ഫങ്ഷനാണ് ബേസിക് ഫങ്ഷനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് വൺ വി പാസ് ഓൺ ദ ഫാക്ച്വൽ ഇൻഫോർമേഷൻ ടു ദ അതർ പീപ്പിൾ. നമ്മൾ കറക്റ്റ് ഇൻഫോർമേഷൻ മറ്റൊരു പീപ്പിളിന് കൈമാറുന്നു. സെക്കൻഡ് വൺ വി ട്രൈ ടു പെർസ്യൂഡ് അതർ പീപ്പിൾ ടു ഡു സംതിങ്. വേറൊരു പീപ്പിൾസിന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പെർസ്യൂഡ് ചെയ്യുന്നു. വി എൻ്റർടൈൻ അവർ സെൽഫ് ഓർ അതർ പീപ്പിൾ. നമ്മൾ തന്നെ എൻ്റർടൈൻ ചെയ്യുക അല്ലെങ്കിൽ വേറെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്നു. പിന്നെ അതുപോലെ വി എക്സ്പ്രസ് അവർ മെമ്പർഷിപ്പിനെ പെർട്ടിക്കുലർ ഗ്രൂപ്പ്. നമ്മുടെ മെമ്പർഷിപ്പ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു ഒരു സെർട്ടൈൻ ഗ്രൂപ്പിൽ. വി എക്സ്പ്രസ് അവർ ഇൻഡിവിജ്വാലിറ്റി. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ സംസാരിച്ചുകൊണ്ട് നമ്മൾ ഇൻഡിവിജ്വാലിറ്റി കാണിക്കും. നമ്മുടെ മൂഡ്സും ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യുന്നു. വി മെയിൻറ്റെയിൻ ഗുഡ് ഓർ ബാഡ് റിലേഷൻഷിപ്പ് വിത്ത് അതർ പീപ്പിൾസ്. നമ്മൾ നല്ലതോ ചീത്തയോ ആയിട്ടുള്ള റിലേഷൻഷിപ്പും മറ്റ് പീപ്പിൾസിനെ വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ വി കൺസ്ട്രക്ട് മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വേൾഡിൻ്റെ മെൻ്റലായിട്ടുള്ള കൺസ്ട്രക്ഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, എത്രയാണ് ബേസിക് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾക്ക് എന്താ പറയുക ടെക്സ്റ്റിൽ കാണാൻ പറ്റും. ഒരു 8 എണ്ണമാണുള്ളത്, 16-17 പേജസിലുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് നന്നായി വായിച്ച് പഠിക്കുക. ഇനി നെക്സ്റ്റ് ആണ് ഹ്യൂമൻ ലാംഗ്വേജും ആനിമൽ ലാംഗ്വേജും തമ്മിലുള്ള റിലേഷനെ പറ്റിയിട്ട് പറയുന്നത്. സോ സിമ്പിളായിട്ട് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ആനിമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. എങ്ങനെയാണ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനും ആനിമൽ കമ്മ്യൂണിക്കേഷനും എങ്ങനെയാണ് ആ ഫ്ലോ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇതിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് എന്താ പറയുക ഉണ്ടാക്കി എഴുതാൻ പറ്റുന്ന, കയ്യിൽ നിന്ന് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ആനിമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ളതാണ് അല്ലേ. അതുമാത്രമല്ല ഫീലിങ്സും നമ്മൾ അതിലൂടെ എക്സ്ചേഞ്ച് ചെയ്യില്ല, ട്രാൻസ്മിറ്റ് ചെയ്യില്ല. ഇപ്പോൾ എഴുതിക്കൊണ്ടാവാം, സംസാരിച്ചുകൊണ്ടാവാം, എങ്ങനെയാണെങ്കിലും ഇപ്പം ഏതൊരു മീഡിയത്തിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. സോ അത് മാത്രമല്ല ജെസ്റ്റേഴ്സ് ആയാലും ഗ്രോൺസ് ആയാലും ഒരു ആക്ഷൻസ് കാണിച്ചിട്ടൊക്കെ ആയാലും നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഇപ്പോൾ ദൂരെ നിൽക്കുന്ന ആളോട് നമുക്കൊരു കാര്യം പറയാനുണ്ട്, അപ്പോൾ നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ഇപ്പോൾ നമ്മൾ ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഫോണൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ കൈകൊണ്ട് ആക്ഷൻ കാണിക്കും, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കും. അങ്ങനെയൊക്കെ ആക്ഷൻ കാണിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇൻഡിക്കേഷൻസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സൂട്ട് ചെയ്യാറ്. അത് മാത്രമല്ല ഫണ്ടമെൻ്റൽ ഗിഫ്റ്റാണ്, ഹ്യൂമൻ ബീങ്സിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഗിഫ്റ്റും കൂടിയാണ് ഈ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് സൗണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആക്ഷൻസൊക്കെ ചെയ്യുന്നത് അല്ലേ. അത് നമ്മളിപ്പോൾ ഒരാളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഷൂ എന്നുള്ളൊരു സൗണ്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യില്ലേ. സോ അതിലൂടെ ഒരുപാട് സൗണ്ട്സും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു ലാംഗ്വേജസ് നോക്കുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ലാംഗ്വേജ് ഓഫ് കോഴ്സ് വി ഹാവ് അവർ ഓൺ മെത്തേഡ്സ് ടു കമ്മ്യൂണിക്കേറ്റ്. ഇപ്പം ഈ ഒരു ലാംഗ്വേജിൻ്റെ ആബ്സെൻസിലൂടെ തന്നെ നമ്മൾ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ഓരോ ആക്ഷൻ കൈകൊണ്ടൊക്കെ ഓരോ ആക്ഷൻസ് കാണിച്ചുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പ്രത്യേകിച്ച് എക്സാമിൻ്റെ സമയത്തൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ കാണിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആക്ഷൻസ് നമ്മൾ കാണിക്കാറുണ്ട് അല്ലേ. സോ ഇതൊക്കെയാണ് ഇതിൽ ഹ്യൂമൻ ആൻഡ് ആനിമൽ കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത്. വൈ ലാംഗ്വേജ് ഹെൽപ്പ് ഹ്യൂമൻ ടു ഫോം സോഷ്യൽ ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് ഡിസ്റ്റിങ്ക്റ്റീവ് ഫോർ ആനിമൽസ്.
സോ ഇതിലൂടെ ഹ്യൂമൻസിന് ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ ഫോം ചെയ്യാൻ പറ്റും. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത് ഡ്യുവാലിറ്റി, പ്രൊഡക്ടിവിറ്റി, പിന്നെ അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ്, ആർബിറ്ററിയൻസ്, സ്പെഷ്യലൈസേഷൻ, ഇൻ്റർചേഞ്ചബിലിറ്റി, കൾച്ചർ ട്രാൻസ്മിഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇനി നെക്സ്റ്റ് ആണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ചിലവരെങ്കിലും മുന്നേ കേട്ടിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് അതൊരു സെപ്പറേറ്റ് വേർഡാണ് കേട്ടോ ഈ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ സെസ്യൂറാണ് ഈ ഒരു മോസ്റ്റ് സ്ട്രൈക്കിംഗ് തിങ്, ലാംഗ്വേജിൻ്റെ മോസ്റ്റ് സ്ട്രൈക്കിംഗ് തിങ് ആയ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇത് അദ്ദേഹം തന്നെ ഡിസ്കവർ ചെയ്തൊരു സംഗതിയാണ് ഈ ഒരു സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദ ഡൈവേഴ്സിറ്റി പ്രസൻറ്റ് ഇൻ വിച്ച് സെപ്പറേറ്റ് ലാംഗ്വേജ് ആൻഡ് വിത്തിൻ ഈച്ച് ലാംഗ്വേജ് വി എൻകൗണ്ടർ റീജിയൻ ഡയലക്ട്സ്. Language thus change in a space. One can find a deep relation between language society. സോ നമുക്ക് ലാംഗ്വേജും സൊസൈറ്റി തമ്മിലൊരു ഭയങ്കര ഒരു ഡീപ്പായിട്ടുള്ള റിലേഷൻ കാണാൻ കഴിയില്ലേ ഈ ഒരു ലാംഗ്വേജും അതുപോലെ സൊസൈറ്റിയും. അതാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇതിലൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതിലിപ്പോൾ നമുക്ക് സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് എന്താണ് എന്ന് എഴുതാൻ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ സെസ്യൂറാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് ചോദിക്കാൻ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ, അതായത് നിങ്ങൾക്കിപ്പോൾ 3 മാർക്കാണല്ലോ, അപ്പോൾ 3 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുള്ളൂ കേട്ടോ. സോ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ലിംഗ്വിസ്റ്റിക് സ്റ്റഡി ഓഫ് ലിംഗ്വിസ്റ്റിക് ബിഹേവിയർ ആസ് ഡിറ്റർമിൻഡ് ബൈ സോഷ്യോ കൾച്ചർ ഫാക്ടേഴ്സ്. സോഷ്യോ കൾച്ചർ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുന്ന ഒരു പഠനത്തിനെയാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുക. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആൻഡ് relation of the society, or more precisely the study of variation within speech community. സോ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റിലേഷൻ ടു ദ സൊസൈറ്റി സ്റ്റഡി. ഇത് ഈ സ്റ്റഡീന്ന് സൊസൈറ്റിയുടെ റിലേഷനെ ആയിട്ടാണ് കാണിക്കുന്നത്. ഇറ്റ് കൺസേൺ വിത്ത് പാർട്ട് ലാംഗ്വേജ് പ്ലേസ് ഇൻ മെയിൻറ്റെയിനിങ് ദ സോഷ്യോ റോൾസ് ഇൻ കമ്മ്യൂണിറ്റി. സോഷ്യൽ റോൾസ്, കമ്മ്യൂണിറ്റിയിൽ സോഷ്യൽ റോൾസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ലാംഗ്വേജ് ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ സോഷ്യോ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ദാറ്റ് ലാംഗ്വേജ് ഇസ് നോട്ട് എ സിംഗിൾ ഹോമോജീനിയസ് എൻറ്റയറിറ്റി ബട്ട് ഹാസ് ഡിഫറെൻറ്റ് ഫോം ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. ലാംഗ്വേജ് ഒറ്റ ഫോമല്ല ഉള്ളത് അല്ലേ, പല ഫോമാണുള്ളത് അല്ലേ. ഡിഫറെൻറ്റ് സോഷ്യൽ കണ്ടീഷൻസ് സച്ച് ആസ് ജെൻഡർ, ക്ലാസ്, എഡ്യൂക്കേഷൻ, ഒക്കുപേഷൻ ഇൻഫ്ലുവൻസ് ദ ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിറ്റി. സോ ഇതിൽ ഡിഫറെൻറ്റ് ക്ലാസ്സസും ഡിഫറെൻറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിനെ പെർസ്വേഡ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത് അല്ലേ. വേരിയേഷൻ ഇൻ ലാംഗ്വേജ് ഒക്കർ വെൻ സ്പീക്കർ ഓഫ് ദ സെയിം ലാംഗ്വേജ് ബിലോങ് ടു ഡിഫറെൻറ്റ് geographical region. Thus, variation is an integral and essential part of language. സോ ഇതിലൂടെ തന്നെ വേരിയേഷൻ ഇൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, സ്പീക്കറിന് ആ സെയിം ലാംഗ്വേജ് പറയാൻ ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ റീജിയൻസിനായിട്ട് സഹായിക്കുന്നു. പിന്നെ അതുപോലെ വേരിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻറ്റഗ്രൽ പാർട്ടും കൂടി അല്ലെങ്കിൽ ഒരു എസെൻഷ്യൽ പാർട്ടാണ് അല്ലേ ലാംഗ്വേജിൽ. ഓക്കെ, ഇതിൽ ലാംഗ്വേജ് വേരിയേഷൻസ്, ഡയലക്റ്റ്, അതുപോലെ ഡയലക്റ്റോളജി, ഇഡിയോലക്റ്റിക്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഒരുപാടല്ല, കുറച്ച് കുട്ടി ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സിൽ വരുന്നതാണ് കേട്ടോ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു മൊഡ്യൂളുള്ളത്. ഇപ്പം മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ മൊഡ്യൂളൊന്ന് വായിച്ച് നോക്കുക. അറ്റ്ലീസ്റ്റ് ഇത് വായിച്ചതിലോട്ട് ഇങ്ങനെ മൈൻഡിലിരിക്കുന്ന ഒരു ടോപ്പിക്കൊന്നും അല്ല. സോ പരമാവധി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മൊഡ്യൂൾ ഫോണോളജി ആൻഡ് ഫോണീംസ് ആണ്. അത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മൊഡ്യൂൾ 1 ലിംഗ്വിസ്റ്റിക് സയൻസ്, ഡയക്രോണിക് ആൻഡ് സിങ്ക്രോണിക് ലിംഗ്വിസ്റ്റിക്സ്, സിമ്പിൾ നേച്ചർ ഓഫ് ലാംഗ്വേജ്, ബേസിക് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ്, ഹ്യൂമൻ ലാംഗ്വേജ് ആൻഡ് ആനിമൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ
ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ താങ്ക് യു.